വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേവാംശ് ഹായ് പറയൂ. ഹായ് പറയൂ. ദേവാംശ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ക്യാരറ്റ് ഓപ്ഷണലാണ്, ഞാൻ ചേർക്കുന്നേ ഉള്ളൂ, നിർബന്ധമില്ല ക്യാരറ്റ് ചേർക്കണമെന്ന്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് 2 ബ്രെഡ് എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മുട്ട. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. നമ്മൾ ആദ്യം പാൻ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നല്ലപോലെ ഒരു 10 സെക്കൻഡ് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് സവാളയുടെ ഒപ്പം തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്യും. ഇതൊരുമാതിരി നല്ലപോലെ വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ കൂടി ഇട്ടിട്ടുണ്ട്. അതിന് പകരം കുരുമുളക് പൊടി ഇട്ടാലും മതി, ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഇതിപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാഷ് ചെയ്ത് വെച്ച് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയേക്കണം, കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലായിട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു സ്റ്റിഫായിട്ട് കിട്ടും. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ട് കിട്ടും, കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാനിവിടെ ഇത് കട്ട്ലറ്റ് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിലും ഒന്ന് മുക്കിയിട്ട്, ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയിലും ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മധുര ഇതുണ്ടോ? അപ്പോൾ അതേ എല്ലാ കട്ട്ലറ്റും ഞാനിവിടെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, പതുക്കെ ഇതുപോലെ നമുക്കിനി എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട കട്ട്ലറ്റാണിതാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.